പാലക്കാട് മുതലമടയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിയെടുത്ത ഭൂമി വനഭൂമി എന്ന രേഖകൾ 1977 നിക്ഷിപ്ത വനഭൂമിയായി സർക്കാർ പ്രഖ്യാപിച്ച ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിയെടുത്തത്. മുതലമട 1 വില്ലേജിൽ ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള കരടിക്കുന്ന് നിക്ഷിപ്ത വനഭൂമിയായി ഏറ്റെടുത്ത ഉത്തരവിന്റെ പകർപ്പാണിത്. 1985 മെയ് 20 പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം മുതലമട 1 വില്ലേജിലെ പഴയ സർവേ നമ്പർ 117ന്റെ വിവിധ സബ് ഡിവിഷനുകളിലായി 27 ഹെക്ടർ ഭൂമിയാണുള്ളത്. ഈ ഭൂമിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിയെടുത്തത്. കൊല്ലങ്കോട് വെങ്ങനാട് കോവിലകത്തിന്റെ അധീനതയിലായിരുന്ന സ്ഥലത്തെ കുടിയാന്മാരായിരുന്നുവെന്ന രേഖകൾ ചമച്ചാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഭൂമി തട്ടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ആദിവാസി കുടുംബങ്ങളല്ലാതെ വേറെ ആരും ഭൂമി കൈവശം വെച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ തന്നെ വ്യക്തമാക്കുന്നു. വില്ലേജ് 1-ൽ തന്നെ 7000 ചില്ലുവാൻ ഹെക്ടർ ഇങ്ങനെ പോയിട്ടുണ്ടെന്നും വെങ്ങനാട് കോവിലത്തിൽ നിന്ന് പോയ ഇങ്ങനെ പുറമ്പോക്ക് ഏരിയകളും ഇങ്ങനെ മലമ്പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് കൈമറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനെക്കുറിച്ച് വിശദമായുള്ള വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കലക്ടർക്കും ബാക്കി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. വനഭൂമിയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളുടെ വിൽപ്പന നടത്തണമെങ്കിൽ വനം വകുപ്പിന്റെ NOC ലഭിക്കണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ ഇവിടുത്തെ ഭൂമി കൈമാറ്റത്തിന് യാതൊരുവിധ അനുമതിയും വനം വകുപ്പ് നൽകിയിട്ടില്ല എന്നും രേഖകൾ വ്യക്തമാക്കുന്നു. എന്നിട്ടും ഈ ഭൂമി റിയൽ എസ്റ്റേറ്റ് ലോബി തട്ടിയെടുത്തതിന് പിന്നിൽ വൻ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. റവന്യൂ അധികൃതരുടെ ഒത്താശയോടെ വൻ ഭൂമി തട്ടിപ്പാണ് മുതലമടയിൽ നടക്കുന്നത്. നിക്ഷിപ്ത വനഭൂമി പോലും തട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നു. എന്നിട്ടും ഒരു അന്വേഷണം പോലും നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.